ആപ്പയും അതുൽ ആൽഫ ഈ 3 വണ്ടികൾക്ക് പഴയ മോഡൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പം പൊല്യൂഷൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ശകലം എന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് കിട്ടത്തില്ല. ഇപ്പം പൊല്യൂഷൻ സെൻറ്ററിൽ ചെന്നാൽ ഓവറായിട്ട് വണ്ടി റേസ് ചെയ്യണം, എന്നാലേ ഈ പൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ചില സമയത്താണെങ്കിൽ വണ്ടിയുടെ ആണെങ്കിൽ ആക്സിലേറ്റർ മാക്സിമം പിടിച്ചിട്ടായിരിക്കും പൊല്യൂഷൻ കിട്ടാതെ വരുന്നുണ്ട്. അതിനുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ്. ചിലപ്പം ഞാനിവിടെ ചെയ്യുന്നതിനകത്ത് 10 വണ്ടിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും സ്വന്തമായിട്ട് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. 10 വണ്ടിക്ക് ഇതുപോലെ ഇങ്ങനെ വന്നതിനകത്ത് 3 വണ്ടി ഫെയിലായിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ 7 വണ്ടിക്കും പെട്ടെന്ന് പാസ്സായി. കാരണം വെച്ചാൽ വണ്ടി കൂടുതൽ നമുക്ക് റേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ RPM കൂടുതൽ കാണിക്കേണ്ട ആവശ്യം കാണിക്കുന്നില്ല. എന്നാൽ പോലും പെട്ടെന്ന് ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ വണ്ടിയിൽ, ഞങ്ങളുടെ സ്വന്തം വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ പൊല്യൂഷൻ എടുക്കാൻ പോയപ്പം പെട്ടെന്ന് കിട്ടിയ ഒരു എളുപ്പമാർഗ്ഗമാണ്. പിന്നെ ഈ എയർ ഫിൽറ്റർ അഴിക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യം, അതിനകത്ത് വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ പോകാതെ സൂക്ഷിക്കണം. കാരണം അതിനകത്ത് എന്തെങ്കിലും പോയാൽ ഹെഡിൻ്റെ വാൽവിനകത്ത് കയറി ചിലപ്പം വാൽവ് ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൂടെ ഞാൻ ഇപ്പോഴേ പറയുക. ചെയ്യുമ്പം ഏതെങ്കിലും ഒരു മെക്കാനിക് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പം അത് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവത്തിലൊന്നും വരാതെ, അല്ലെങ്കിൽ ഒരു പൊടി കാര്യങ്ങളും അഴിച്ച് വെക്കുമ്പോൾ അത് എങ്ങനെ അഴിക്കുന്നത് വെച്ചാൽ അതേപോലെ കയറ്റി വെക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് വെച്ചാൽ അതിനകത്ത് ഒരു പീസോ കാര്യങ്ങളോ ഒന്നും പോകാതെ, എയർ ഫിൽറ്ററിനകത്ത് ഒന്നും പോകാതെ സൂക്ഷിക്കുക. അത് ഞാനിപ്പം ഇതിൻ്റെ ബാക്കിയിട്ട് ഇടാം ഈ വീഡിയോയുടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്കുക. എന്തായാലും അത് പെർഫെക്റ്റായിട്ട് കിട്ടും ഈ സംഭവം.